ഹിമാലയ യാത്രയ്ക്കായി എത്തുന്നവർ ആദ്യം എത്തുന്ന നഗരമാണ് ഹരിദ്വാർ. ഹരിദ്വാർ എന്നാൽ ഹിമാലയത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്നാണ് പറയുന്നത്. പുണ്യസ്ഥലം, ആത്മീയ കേന്ദ്രം, ഗംഗാ നദിയിൽ എല്ലാ ദിവസവും ആരതി നടക്കുന്ന നഗരം. ഇതാണ് ഹരിദ്വാർ. നമ്മൾ ഹരിദ്വാർ നഗരത്തിലൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. അങ്ങ് മലമുകളിൽ ഒരു ക്ഷേത്രം നിങ്ങൾ കാണുന്നുണ്ട്. അതാണ് മനസാദേവി ക്ഷേത്രം. ആ മനസാദേവി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോവുകയും അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് പിന്നാലെ കാണാവുന്നതാണ്. ഇത് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോയതാണ്. ഹരിദ്വാറിലെ തെരുവിലൂടെയുള്ള ഒരു യാത്രയാണ്. ഈ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലും കാണുന്നത് വളരെ പ്രത്യേകതയാർന്ന ബിംബങ്ങളോട് നിറഞ്ഞ ഹിന്ദു ക്ഷേത്രങ്ങളും ആശ്രമങ്ങളുമാണ്. അതിൻ്റെ ഓരോരോ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ മറ്റൊരു ആശ്രമം, ഗീതോപദേശത്തിൻ്റെ, ശ്രീകൃഷ്ണൻ്റെ ഗീതോപദേശവും ശ്രീകൃഷ്ണൻ്റെ തെളിയിക്കുന്ന വലിയ ഒരു അമ്പലവും ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഹരിദ്വാറിലൂടെ നടന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അമ്പലങ്ങളോ ആശ്രമങ്ങളോ ആണ് നമുക്ക് കാണാൻ കഴിയും. ഹരിദ്വാർ നഗരത്തിലെ ഈ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആശ്രമങ്ങളും കണ്ടു നടക്കുമ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഒരു ചായക്കടയിൽ കയറി. ഞങ്ങൾ 10-30 പേരിൽ കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ എല്ലാവർക്കും ചായ പറഞ്ഞു. അവിടെ ഉണ്ടാക്കുന്ന ചായ ഇടുന്ന ഒരു മസാല ചായ ഇടുന്ന ചില ദൃശ്യങ്ങളാണ് ഞാൻ പകർത്തിയത്. ചായ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളൊരു ചായ പറഞ്ഞു. അപ്പോഴാണ് ഈ പരിപാടിയെല്ലാം കാണുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ഇടുന്നുണ്ട്. ചായ, തേയിലപ്പൊടി, മറ്റെന്തൊക്കെയോ ഇടുന്നുണ്ട്. മസാല ചായയാണല്ലേ? മസാല ടീ. യെസ്, ഇറ്റ് ഈസ് മസാല ടീ. 2 ചായ. ഇത് വിത്തൗട്ടാണ്. അതാണ് ഈ വിത്തൗട്ട് തയ്യാറാക്കുകയാണ്. അതേസമയം അത് വിത്ത് ചായ. ഇത് വിത്ത് ചായയാണ്. ഇത് വിത്തൗട്ട് ചായയാണ്. ഇത് അടിപൊളിയായിട്ടാണ് ചായ തയ്യാറാക്കുന്നത്. കണ്ടോ? അത് അടിപൊളിയാണ്. മസാല ചായ റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ മൺകപ്പുകളിലാണ് ചായ പകർന്നത്. ഓരോ ഗ്ലാസ് ചായയും മൺകപ്പിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ് മസാല ചായ. ഇവിടെ അതാണൊരു പ്രത്യേകത. മൺകപ്പിലാണ് ചായ വരുന്നത്. മൺകപ്പ്. മൺകപ്പിലെ ചായ ഞങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരിദ്വാറിൽ നിന്ന് നല്ല ചൂടാണെന്ന് തോന്നുന്നു. ഭയങ്കര ചൂടാണ്. മൺകപ്പിലാണ്. പണ്ട് നമ്മുടെ കേരളത്തില് ഈ മൺകപ്പിലൊക്കെ ചായ കുടിച്ചെന്നല്ലേ? നമ്മൾ മൺകപ്പിൽ ചായ കുടിച്ചതായിട്ടും
അതുപോലെ ഈ ചിരട്ടക്കപ്പിൽ ചായ കുടിക്കുന്നവരെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ടല്ല, അന്നത്തെ ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട്. ഇപ്പൊ നമ്മളതല്ല, തനി നാടൻ കണക്ക് നമ്മുടെ ഹരിദ്വാറിലെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള മൺകപ്പിലെ ചായയാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ വളരെ ആസ്വാദ്യകരമായിട്ട് മൺകപ്പിലെ ചായ കുടിക്കുകയാണ്. ഭാരത് മാതാ ടെമ്പിളിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്നുള്ള ഗംഗാനദിയുടെ വീക്ഷണമാണ്. ഗംഗാനദി വിവിധ പിരിവുകളായി പിരിഞ്ഞ് ഒരുമിക്കുന്ന ആ ഒരു സംഗമ കേന്ദ്രമാണ്. വിവിധ ഘട്ടങ്ങളായിട്ട് വിവിധ രീതിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഗംഗാനദി വരികയും ഒരുമിച്ച് ഒരിടത്ത് സംഗമിക്കുകയും ചെയ്യുന്ന ഒരു ഗംഗാനദിയുടെ സംഗമ കേന്ദ്രമാണ് നമ്മൾ ഇത്രയും വലിയ ഉയർന്ന തട്ടിൽ നിന്നും കാണുന്നത്. അതിൻ്റെ വീക്ഷണമാണ് നമ്മൾ ഈ കാണുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.